നമുക്ക് ആൾക്കൂട്ടത്തിന്റെ ഒരു ഭാഗമാവാൻ പ്രത്യേകിച്ച് ഒരു കരുത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ നല്ല കരുത്തിന്റെ ആവശ്യമുണ്ട്. കരുത്തുറ്റ പ്രതിഭകളുടെ വേദിയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റ്. ഞാൻ ഇന്നത്തെ നമ്മുടെ കരുത്തുറ്റ സെലിബ്രിറ്റി ഗസ്റ്റിനെ കൂടി വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതായത് മലയാള സിനിമയിൽ വേറിട്ടൊരു ശബ്ദമാണ് ഈ ഗായികയ്ക്കുള്ളത്. നമുക്ക് എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും ഈ ശബ്ദം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന ഗായികയാണെന്ന്. അത്രയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായിക. സോ ലെറ്റ്സ് വെൽക്കം ദ വെരി ബ്യൂട്ടിഫുൾ സയനോറ. കാർപ്പറ്റിലേക്ക് ഞങ്ങളുടെ എല്ലാവരുടെ വക വലിയൊരു സ്വാഗതം. താങ്ക് യു സോ മച്ച്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയി തോന്നുന്നല്ലേ? ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌണിന്റെ ടൈമിലാണ് ആ സമയത്താണ് കണ്ടത്. ഇപ്പോഴും നമ്മൾ ഏകദേശം അവിടേക്ക് നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല വണ്ടി. ഇനി എനിക്ക് ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. സയനോറ വിളിക്കണോ സയ എന്താ ഞാൻ വിളിക്കണ്ടേ? എന്നെ സയാന്ന് വിളിച്ചാൽ മതി. സയാന്ന് വിളിച്ചാൽ സയനോരാന്ന് വിളിക്കുമ്പോഴും എന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ എപ്പോഴും സായൂന്നോ അല്ലെങ്കിൽ സായാന്നൊക്കെ വിളിക്കും. സയനോരാന്ന് അങ്ങനെ വിളിക്കലില്ല. ഈ സയനോറയുടെ അർത്ഥം എന്താ ശരിക്കും? സയനോരക്ക് അങ്ങനെ പ്രത്യേകിച്ച് വല്ല അർത്ഥമൊന്നുമില്ല. ഓ അതെ. പക്ഷെ സയോനാര എന്ന് പറയുന്നത് ജാപ്പനീസ് ഭാഷയിൽ ഗുഡ് ബൈ എന്നാണ് അർത്ഥം. സയോനാര. അപ്പൊ ഞാൻ മമ്മിയാണ് ഈ പേരിട്ടത്. മമ്മി പറയുന്നത് സയനോര എന്ന് പറഞ്ഞിട്ടൊരു രാജകുമാരിയുടെ പേരാണ്. ഏത് രാജകുമാരി ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. റിസർച്ച് PhD എടുക്കേണ്ടി വരും. അതെ. അപ്പൊ ഞാൻ സയോനാര മാറ്റി സയനോര എന്ന് പറയുമ്പോ ഞാൻ തന്നെ ഇട്ടൊരു മീനിങ് എന്ന് പറയുന്നത് വെൽക്കം എന്നാണ്. സ്വന്തമായിട്ട് ഇട്ടു. ഞാൻ തന്നെ എന്റെ പേരിന് ഒരു അർത്ഥം ഇട്ടു, വെൽക്കം. അപ്പൊ അങ്ങനെ ആയ ഇനിയിപ്പോ ആരോട് തിരുത്തി പറയണ്ടല്ലേ? ഇല്ല നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യണം. അതെ അതെ. സയനോരയുടെ അർത്ഥം വെൽക്കം. കുഴപ്പമില്ല, നല്ലതാണ്. അപ്പൊ വെൽക്കം വെൽക്കം വെൽക്കം. സ്വാസികയുടെ അർത്ഥം എന്താണ്? എന്റെ അർത്ഥം, എന്റെ പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതായത് ഇത് എന്റെ ശരിക്കുള്ള പേരല്ലല്ലോ. എന്റെ ശരിക്കുള്ള പേര് ഇങ്ങനെ പൂജ എന്നാണ്. അപ്പൊ തമിഴ്നാട്ടിൽ ചെന്നപ്പോഴാണ് സ്വാസിക എന്ന് വന്നത്. അപ്പൊ അവര് ശ്വാസം എന്ന് ഉപയോഗിക്കില്ല, ശ്വാസം അതാണ്. അപ്പം മീനിങ് ഇത് തന്നെ. ശ്വാസം എന്നുള്ളതിന്റെ തമിഴാണ് പ്രാണവായു. ഗ്രേറ്റ്. എന്റെ പേരിനൊരു അർത്ഥം തേടി അലയുകയായിരുന്നു ഞാൻ ഇത്ര വർഷം. ഇനി ആര് ചോദിച്ചാലും പറയാലോ എന്റെ പേരിന്റെ അർത്ഥം പ്രാണവായു. അതിനൊരു യഥാർത്ഥ ഒരു വേർഡ് വേണമായിരുന്നു. അതെ അതെ. എനിക്ക് കുറച്ച് ശ്വാസം. അയ്യോ അത് പറ്റില്ല. എല്ലാവർക്കും ആക്ച്വലി സ്വാസിക വേണം. അതെ അതെ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും സ്വാസിക വേണം. ഇഷ്ടം പോലെ വേണം. അത് ആക്ച്വലി ഇപ്പൊ കുറച്ച് കുറവാണ്. കാരണം ഞാൻ ഇവിടെ അല്ലേ, റെഡ് കാർപ്പറ്റിലല്ലേ. അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നു. എനിവേ, അപ്പൊ അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും പേരിന് നമ്മൾ അർത്ഥം കണ്ടുവച്ചു. ആൻഡ് ഞാൻ സയ എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോ എനിക്ക് ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ തോന്നിയ ഒരു കാര്യം ചോദിക്കാൻ തോന്നിയത്, പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാവുമല്ലോ. അതായത് ഭയങ്കര ഫ്രീക്കി ആയിട്ടുള്ള ഒരാളാണ്, ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന. അങ്ങനെ അങ്ങനെ തോന്നും. ഇന്ന് കുറച്ച് ചുരിദാറൊക്കെ ഇട്ടപ്പോ വേറെ പോലെ തോന്നിയെങ്കിൽ നോർമലി അങ്ങനെ തോന്നും. പക്ഷേ നല്ല ശുദ്ധമായ കണ്ണൂർ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ആ ജനിച്ച നാട്, പഠിച്ച അതിന്റെയൊക്കെ ആ ഒരു ഇഷ്ടം ഇപ്പോഴും മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ഒരു തരി പോലും ആ സ്ലാങ് മാറാത്തത്. സ്ലാങ് ആക്ച്വലി ഞാൻ ഫീൽഡിലോട്ട് വന്നപ്പം ഇടക്ക് ഈ ഇന്റർവ്യൂസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം അനക്ക് അത് ഇഷ്ടമല്ല എന്നെല്ലാം പറയുമ്പോ അവര് എന്തെന്ന് പറയും. എന്ത് എന്ന് പറയുമ്പോ അത് മാറി അനക്ക് മാറി എനിക്ക് എന്നൊക്കെ ആയി കുറച്ച് ഫിൽറ്ററൊക്കെ ഇടാൻ തുടങ്ങി. അപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡീൻ ഉണ്ട്, അനിൽകുമാർ സാർ. അപ്പൊ മൂപ്പർ ഒരു ദിവസം തന്നെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ശരിയായ ഭാഷയിലുള്ള ആ വൈദഗ്ധ്യം ഇങ്ങനെ സോറി അത് പറയണ്ട അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം മൂപ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സായ നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം, അതിനൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മുടെ കണ്ണൂർ ആക്സെന്റ് അതിലാണ് ആൾക്കാർ നിന്നെ സ്നേഹിക്കുന്നത്, അങ്ങനെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പാടുമ്പോ പിന്നെ ആ ആക്സെന്റ് വരാതിരിക്കാൻ പരമാവധി കണ്ണൂർ ഭാഷയിൽ. പക്ഷെ ഒരു പാട്ടൊക്കെ നമ്മൾ ഇറക്കി ആക്കിയല്ലോ. അതിന്റെ കാര്യം ചോദിക്കാനാണ്. സത്യത്തില് ഈ കുടുക്കാച്ചി ബിരിയാണി തന്നെ സാധനം ഈ ലോകത്തുണ്ടോ? അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണോ? ഞാൻ എഴുതുമ്പോ ഉണ്ടായിട്ടില്ല, എഴുതി കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഇപ്പം ദുബായിലെല്ലാം പല സ്ഥലത്തും കുടുക്കാച്ചി ബിരിയാണിയിലും മെനുവില് വന്നിട്ടുണ്ട്. അത് സത്യത്തിൽ എന്താ കൊടുക്കുന്നത്? സത്യം ഞാൻ എഴുതുന്ന സമയത്ത് കുടുക്ക ബിരിയാണിനെ കുടുക്കാച്ചി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ എഴുതിയതാണ്.
പക്ഷെ അത് പറഞ്ഞിട്ട് പിന്നെ കണ്ണൂർക്കാരെന്നെ കൊന്ന് കുടുക്കച്ചി ബിരിയാണി അവിടെ കിട്ടും എവിടെ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ. ആൻഡ് അത് അന്വേഷണമുള്ള യാത്രയായി. പിന്നെ കുറെ ഫുഡ് ബ്ലോഗേഴ്സിന്റെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കുടുക്കാച്ചി ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാണോ ആ കഴിച്ചിട്ടുണ്ടാവുക. സമയം ബ്ലണ്ടർ അടിച്ച് വിട്ടതാണെങ്കിലും. അതെ. പിന്നെ അതിനുശേഷം നമ്മൾ ആ പാട്ടിന്റെ ഓരോ വരികൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തായിരിക്കും ഇതിന്റെ അർത്ഥം. കുഞ്ഞാളാൻ എന്ന് പറഞ്ഞ ആരാണ്? കുഞ്ഞാള എന്ന് പറഞ്ഞാല് നാട്ടിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയില് പെങ്ങളെ ഭർത്താവിനാണ് കുഞ്ഞാളാന്ന് വിളിക്കാം. പിന്നെ മറ്റേ ഇത് ബെങ്കി ബെങ്കി അതെന്താണ്? ബേങ്കി എന്ന് പറഞ്ഞാല് വേഗം ഇറങ്ങൂ. വേഗം ഇറങ്ങൂ, ചാടുമല്ല അല്ലേ? ഞാൻ വെച്ച് ചാടി ചാടി പോകൂ. അല്ലല്ല, അതായത് ഇപ്പൊ നമ്മള് കണ്ണൂർ ബസ് സ്റ്റാൻഡിലെല്ലാം രാവിലെ പോകുമ്പോ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാ ഇത്. ആൾക്കാർ അറിയണ്ട ബേങ്കി 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 പറയുമ്പോ വേഗം ഇറങ്ങ് വേഗം ഇറങ്ങ് വേഗം ഇറങ്ങ് അടുത്ത ആൾ കയറാൻ വേണ്ടിട്ട് ബേങ്കി ബേങ്കി ബേങ്കി. ബൂം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വീഴും. ബൂം എന്ന് പറഞ്ഞാൽ വീഴും. അതാണ് ഉദ്ദേശിച്ചത്. ബേങ്കി ബൂം, അതായത് വേഗം ഇറങ്ങും അല്ലെങ്കിൽ വീഴും. ബേങ്കി ബൂം ബൂം ബൂം. ആ അപ്പൊ അത് തമിഴ് പാട്ടില് ബൂം ബൂം ചുക്ക് ബൂം ബൂം അതെന്താണ്? അല്ല, പക്ഷെ എന്താന്ന് വെച്ചാൽ ആ ഒരു വേർഡിലൊരു ഒരു യൂണിവേഴ്സൽ ടോണും കിട്ടണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബേങ്കി ബൂം അങ്ങനെ നമ്മള് ആലോചിച്ചിട്ട് ഫിക്സ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോ ഞാൻ വിചാരിച്ചില്ല എന്റെ നാടിനെ പറ്റി ഒരു പാട്ട് എന്തായാലും ഇറക്കണം എന്നുള്ളത്. അതെ, അത് നാട്ടിലെല്ലാവർക്കും ഭയങ്കര അഭിമാനമായി കാണുമല്ലോ ഇപ്പൊ. അങ്ങനെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വന്നോ? അതായത് സൈനോർ ആ പാട്ട് ചെയ്തത് ഭയങ്കര നന്നായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി? പറഞ്ഞു ഒരുപാട് ആൾക്കാർ. എനിക്ക് തോന്നുന്നു കണ്ണൂരുകാർ മാത്രമല്ല, ബാക്കിയുള്ള ആൾക്കാർ കോട്ടയത്തു നിന്നും ട്രിവാൻഡ്രത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇഷ്ടമാണ്. കാരണം അവർക്ക് കണ്ണൂരുകാർ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ പാടിയത് എന്താണ്, പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത്. അപ്പോ എനിക്കൊരു ആഗ്രഹം, ഇപ്പൊ സായ നേരിട്ട് എന്റെ മുന്നിലിരുന്ന് ആ പാട്ടൊന്ന് പാടിയാൽ അസലായിരിക്കും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. മനസ്സിലായി വന്ന ഭൂതത്തിന് മാതിരി ഇടക്കിടക്ക് സ്വിച്ച് ഓൺ ചെയ്യും, പാടിപ്പിക്കും. അതെ, നമ്മള് പാട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് പിന്നെ നമുക്ക് എന്താണെന്നറിയില്ല, അവരെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്റെ തൊണ്ടയിൽ വെള്ളം പറ്റും ഞാൻ സംസാരിച്ചോണ്ടിരുന്നു. കുഴപ്പമില്ല, നമ്മൾ ഇനിയിപ്പോ ഡാൻസും കൂടി ചെയ്യിപ്പിക്കാലോ. അല്ല, ഞാൻ ആങ്കർ അല്ലേ. ഞാൻ അത് പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. ശ്വാസിക്കേന്റെ ഡാൻസ് എല്ലാം കാണലുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ. അയ്യോ, അത് പറയാൻ വന്നപ്പോ ഞങ്ങൾ ഇൻസ്റ്റയിലെ ബടാ ദോസ്തുക്കളാണ്. അല്ല, നമ്മൾ നേരിട്ട് കാണില്ല, ഞങ്ങൾ ഇൻസ്റ്റയിൽ എല്ലാം നോക്കി ലൈക്ക് അടിച്ച്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ആദ്യം കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ശ്വാസിക്കേന്റെ കുറെ കണ്ടിട്ടുണ്ട്. നമ്മൾ പല ഫ്രണ്ട്സിനെ കണ്ടു, സ്കൂൾ മേറ്റ്, ട്യൂഷൻ മേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇൻസ്റ്റാമേറ്റ്സ് ആണ് നമ്മള്. അപ്പൊ ഈ പാട്ടിന്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും കണ്ണൂരിന്റെ കുറെ വിശേഷങ്ങളും കേട്ട് നമ്മൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഹാപ്പിനെസ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെർഫോമൻസ് കാണാനുള്ള സമയമായി. അപ്പം അതാരാണ്, എന്ത് പെർഫോമൻസ് ആണെന്നൊക്കെ നോക്കാം. നമ്മൾ ചെറിയൊരു വിഷ്വൽ റെഡി ആക്കിയിട്ടുണ്ട്, ആദ്യം അത് നോക്കാം. ഹായ്, എൻ്റെ പേര് ആതിര. ഞാൻ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് ഹാപ്പി. ഞാൻ കൊല്ലത്ത് പുനലൂരിൽ നിന്ന് വരുന്നു. ഞാൻ അനുപ്രഭ. ഞാൻ കൊല്ലത്ത് പുനലൂരിൽ നിന്ന് വരുന്നു. ഞാൻ വൈഗ. ഞാൻ കൊല്ലം പുനലൂരിൽ നിന്ന് വരുന്നു. കളരിപ്പയറ്റിൻ്റെ എക്സസൈസാണ് ഞങ്ങൾ ബേസായിട്ട് ചെയ്യുന്നത്. കണ്ടംപററിയും ഏരിയൽ ആക്റ്റും കൂടെ മിക്സ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. പുനലൂർ മഹാമുദ്ര ഡാൻസ് വേൾഡിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഏരിയൽ ആക്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഒരുപാട് റിസ്കി ഡാൻസ് ആണ്. വ്യത്യസ്തമായ രീതിയിലുള്ള ഡാൻസുകൾ ഞങ്ങൾ ഇതിനോടകം 500ഓളം വേദികളിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. അമൃതായ് ടി വിയിലെ റെഡ് കാർപ്പറ്റ് എന്ന പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് ഏരിയൽ ഡാൻസുമായി എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡാൻസ് കണ്ട് ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഇതാ ഈ ഒരു ഫ്ലോറ് ഒരു ഏരിയൽ ആക്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങാൻ പോവാണ്. ഭയങ്കര റിസ്കി ആയിട്ടുള്ള കുറെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആയിരിക്കും. എന്തായാലും അവർ വന്നിട്ട് തകർക്കും എന്നുള്ളത് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായി. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. പേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളുടെ ഏരിയൽ പെർഫോമൻസ്, ആ ഒരു ഏരിയൽ ആക്ട് കാണാനാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? രാവിലെ മുതൽ വൈകിട്ട് വരെ കാണാം. രാവിലെ മുതൽ വൈകിട്ട് വരെ. ആൻഡ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ വന്നിരുന്നോ? അയ്യോ, ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ?
അങ്ങനെയൊന്നും വന്നിട്ടില്ല. വന്നില്ല. സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ പേരുകളൊക്കെ ഒന്നും കൂടെ ഒന്ന് പറയും. ആതിര ഉണ്ണി. ആതിര ഉണ്ണി, അനുപ്രഭ. അനുപ്രഭ. ഓക്കെ. ഹാപ്പി. ഹാപ്പി. ഹായ്. അത് നല്ല പേരാണല്ലോ. അടിപൊളി. ആരാ ഈ പേരിട്ട ഹാപ്പി? അച്ഛൻ. അച്ഛൻ. നമ്മൾ ആക്ച്വലി പേരുകളെ പറ്റി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വെൽക്കം ആയി, ഹാപ്പി ആയി, പ്രാണവായു ആയി, ഇവിടെ എല്ലാം ആയി അല്ലേ? മോളുടെ പേര് വൈഗ. വൈഗ. ഓക്കെ. അപ്പം നിങ്ങൾ എല്ലാവരും സെയിം സ്കൂളിൽ പഠിക്കുന്ന അങ്ങനെയാണോ? അത് ഡാൻസ് സ്കൂളിൽ വെച്ചിട്ടാണോ നിങ്ങളുടെ ഒരു സ്കൂൾ friendship? വെച്ചിട്ട്. അത് ശരി. ഈ ഏരിയൽ ആക്ട് അല്ലാതെ വേറെ ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ? വെസ്റ്റേൺ ഡാൻസ് എല്ലാം ഉണ്ട്. വെസ്റ്റേൺ ഉണ്ട്, അതില് ഹിപ്പ് ഹോപ്പ്, ക്ലാസിക്കലുണ്ട്. ക്ലാസിക്കലും ഉണ്ട്. നമുക്ക് ഇനി കൂടെ വന്നിരിക്കുന്നവരും കൂടി ഒന്ന് പരിചയപ്പെടാം. യെസ്, എല്ലാവർക്കും നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇവരുടെ ഗുരു ഇതിൽ ആരാണ്? ഷൈജു മാസ്റ്റർ. യെസ്. മാസ്റ്റർ, എങ്ങനെയാണ് പെൺകുട്ടികളാവുമ്പോൾ ഏരിയൽ ആക്ട് പഠിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവർക്കാണ് ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ശരി. ആ ഒരു അത് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റിന്റെ തീർച്ചയായും. അപ്പൊ മാസ്റ്റർ എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കുന്നതിന്റെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ? ഇത് തീർച്ചയായിട്ടും അവരുടെ പേരൻസിന് തന്നെയാണ് ഫുള്ള് നമ്മൾ ഇത് ഓ, കൊടുക്കുന്നത്. അത് ശരി. കാര്യം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവർ മുന്നോട്ട് വന്ന് ഈ ഒരു കോവിഡിന്റെ ഈ സിറ്റുവേഷൻ പോലും പ്രാക്ടീസിന് വേണ്ടി കറക്റ്റായിട്ട് സമയത്ത് തന്നെ നമുക്ക് കൊണ്ട് അത് ശരി, എത്തിക്കുന്നതാണ്. അത് ശരി. തീർച്ചയായിട്ടും അവരെ തന്നെയാണ് ഇത്. അടിപൊളി. അപ്പൊ പേരൻസ് ആണോ ഇവിടെ വന്നിരിക്കുന്നത്? ആരുടെ അച്ഛനാണ്? ഞാനിതിൽ ഹാപ്പിയുടെ ഹാപ്പി. ഹാപ്പി പേരിട്ട എങ്ങനെയാണ് ഈ പേര് സെലക്ട് ചെയ്തത്? സെലക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവള് ജനിക്കുന്ന സമയത്ത് ഗൾഫിലായിരുന്നു. ഓക്കെ. അപ്പം ഗൾഫിലായിരുന്നപ്പോൾ എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ കുട്ടി എപ്പോഴും കരച്ചില കരച്ചില എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ 28 കെട്ടിന് 28 കെട്ടുമ്പോൾ പേരിടുമല്ലോ. അതെ, അതെ. അപ്പം ആ പേരിടുന്ന സമയത്ത് ഏത് പേര് വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇവളെപ്പോഴും കരച്ചില എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹാപ്പി എന്ന് വിളിക്കാം. എന്താണ് ഫുൾ പേര്? ഹാപ്പി. ഹാപ്പി. Yes. എന്റെ പേര് സുരേഷ് എന്നാണ്. ഹാപ്പി. അതെ, എന്തായാലും അത് കൊള്ളാം. ഫുൾ ടൈം കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഹാപ്പിന്ന് പേരിട്ടു. ഇപ്പൊ പിറ്റേന്ന് തൊട്ട് ചിരിയുമായി. അതാണ് ഇപ്പൊ ഫുൾ ഹാപ്പിയാണ്. നല്ല ആത്മവിശ്വാസമുള്ള ഒരു മിടുക്കിയായിട്ടാണ് ഇവിടെ ഹാപ്പി ഇരിക്കുന്നത്. അടിപൊളി. ഞാൻ എല്ലാവരുടെയും കൂടെ വന്നേ, എല്ലാവരുടെ കൂടെ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് എവിടെ വന്നിരിക്കുകയാണ്. പോയാലും കൂടെ കാണും. എവിടെ പോലും കൂടെ കാണും. അത് ശരി. അപ്പൊ എന്താണ് പേര്? അഭിരാം. അഭിരാം. ആതിരയുടെ എനിക്ക് തോന്നി ആതിരയുടെ അമ്മയാണെന്ന് എനിക്ക് തോന്നി ആ ചിരി കണ്ടപ്പോ. പറയൂ ചേച്ചി, എന്താണ് വിശേഷങ്ങളൊക്കെ? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. അവരുടെ മാസ്റ്ററെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ അച്ഛനാണ് ഫുള്ള് സപ്പോർട്ട്. അത് ശരി. അച്ഛന്റെ ഇഷ്ടത്തിലായി വിട്ടിരിക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിലും. ആൻഡ് നമുക്ക് എന്തായാലും ഇവരുടെ പെർഫോമൻസ് കണ്ടു കളയാം. നിങ്ങൾ റെഡി അല്ലേ? Ready. യെസ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.
സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ. ഞങ്ങളിങ്ങനെ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിട്ട പോലെ നിൽക്കുന്നു. തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ 4 പേരുടെയും ആ കോർഡിനേഷൻ, അതായത് നിങ്ങൾ ഒരു പ്രാക്ടീസിന്റെ ഒക്കെ ഒരു ഫലമായിരിക്കാം, എന്നാൽ പോലും ഈ ഒരു മൊമെന്റിൽ ആ കോർഡിനേഷൻ കിട്ടുക, ഓരോരോ പോസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നിരുന്നു. ഒരു മരത്തിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ചില്ലകൾ നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. ഇവര് കൺസിസ്റ്റൻസിയാണ് ആക്ച്വലി മാറ്റർ ചെയ്യുന്നത്. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ സെറ്റ് ആവുന്ന ഒരു ഐറ്റം അല്ല. ഇത് എത്രയോ നിങ്ങൾ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഈ ബാലൻസിങ് ഒക്കെ ഇത്രയും. കുറെ നാളത്തെ പ്രാക്ടീസ്. ഏകദേശം എത്ര വർഷം എടുക്കുന്നുണ്ട്? ഏകദേശം ഇപ്പം തുടങ്ങിയിട്ട് 10 വർഷത്തിൽ പുറത്തായി. പിന്നെ ഇപ്പം ഒരു വർഷത്തോളം ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എന്തായാലും നിങ്ങൾ 4 പേരും ഒരുപാട് വർഷങ്ങളായോ? 10 വർഷം. അതാണ് കാണാനുള്ളത്. അതെ, ആ ഒരു പ്രാക്ടീസിന്റെയും അതുപോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ഒരു ബോണ്ടിങ് ആണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് നിങ്ങളുടെ ഗുരുക്കന്മാർക്കും കൂടെ വന്നിരിക്കുന്ന പേരൻസിനും എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ വന്ന് ഇത്ര ബ്യൂട്ടിഫുൾ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ. സോ വരൂ, നമുക്ക് ഇവർക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്തായാലും. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി, ഒരുപാട് ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് ആ സമ്മാനം കൂടി നമുക്ക് അങ്ങ് വാങ്ങാം അല്ലേ? ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു സ്റ്റേജിൽ കാണാം. അപ്പോൾ വേറെ വെറൈറ്റി ഓഫ് കുറേ ഐറ്റംസ് ആയിട്ട് വരണം കേട്ടോ. ഇനിയും നിങ്ങളുടെ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. സോ ഗോഡ് ബ്ലെസ് യു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ കലാപ്രതിഭകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടണം. ആൻഡ് സൈനോറ ചേച്ചി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കുറേ പാട്ടുകൾ പാടിത്തരാനായിട്ട്. സോ കീപ് വാച്ചിങ് us. This is Red Carpet. Take care and bye-bye.